ഒരിക്കൽ ബ്രഹ്മദേവനും മഹാദേവനും തമ്മിൽ തർക്കമുണ്ടായി. ബ്രഹ്മദേവൻ അഹങ്കാരത്തോടെ പറഞ്ഞു, മഹാദേവ, നാമാണ് സൃഷ്ടാവ്, അതുകൊണ്ട് നാം തന്നെയാണ് ഏറ്റവും മഹത്തായ ദേവൻ. ശേഷം ബ്രഹ്മദേവൻ മഹാദേവനെ അപമാനിക്കുകയും കൂടി ചെയ്തു. അപമാനിതനായ മഹാദേവൻ കോപം കൊണ്ട് ജ്വലിച്ചു തന്റെ ഉഗ്രരൂപമായ ഭൈരവാവതാരം സ്വീകരിച്ചു. ഭൈരവ സ്വരൂപത്തെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മദേവൻ ഭയം കൊണ്ട് വിറച്ചു. കോപാകുലനായ ഭൈരവൻ ബ്രഹ്മാവിന്റെ 5ാമത്തെ തലയെ വെട്ടിയെടുത്തു. പക്ഷേ തലവെട്ടാൻ ഉപയോഗിച്ച ആയുധത്തിൽ തലയോട്ടി കുടുങ്ങി. ആ തലയോട്ടി കുടുങ്ങിയ ആയുധം ബ്രഹ്മകപാലം എന്നറിയപ്പെട്ടു. എല്ലാ ഭൈരവ ക്ഷേത്രങ്ങളിലും ബ്രഹ്മകപാലം കാണാൻ സാധിക്കും. കോപം ശമിപ്പിക്കാനായി ബ്രഹ്മദേവൻ മഹാദേവനോട് നിരുപാധികം മാപ്പ് ചോദിച്ചു. അതോടെ ബ്രഹ്മദേവന്റെ അഹങ്കാരങ്ങളെല്ലാം ശമിക്കുകയും ചെയ്തു. പക്ഷേ ഈ ക്രിയ പാപമായി കണക്കാക്കിയതുകൊണ്ട് ഭൈരവൻ ബ്രഹ്മഹത്യാ പാപത്തിൽ പതിച്ചു. അതിനാൽ ആ പാപത്തിൽ നിന്ന് മോചനം നേടാൻ ഭൈരവൻ ഭൂമിയിൽ അലഞ്ഞു നടന്നു. അവസാനം കാശിയിൽ എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് മോചനം ലഭിക്കുന്നത്. ഭൈരവൻ വിവിധ രൂപങ്ങളിലുണ്ട്. ഇവയെ അഷ്ടഭൈരവർ എന്ന് വിളിക്കുന്നു. ഓരോ ഭൈരവനും ഓരോ ദിശയുടെ സംരക്ഷകനാണ്. അശിതാംഗ ഭൈരവൻ, രുദ്ര ഭൈരവൻ, ചണ്ഡഭൈരവൻ, കരാള ഭൈരവൻ, ഉന്മുഖ ഭൈരവൻ, കപാല ഭൈരവൻ, ഭീഷണ ഭൈരവൻ, സംഹാര ഭൈരവൻ. ഇവരുടെ കൂടെ സംരക്ഷകയും ശക്തിയുമായി ഭദ്രകാളി ദേവിയും നിലകൊള്ളുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.